ഇപ്പോൾ +2 കഴിഞ്ഞ് നിൽക്കുന്ന കുട്ടികൾ കൺഫ്യൂസ്ഡ് ആണ്. നിങ്ങൾക്ക് ഏത് കോഴ്സാണ് എടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ തീർച്ചയായും എന്നെ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യുക. എൻ്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്ത് എന്നെ അതിലുള്ള വാട്സപ്പിലോട്ട് കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പ്രോപ്പറായിട്ടുള്ള ഗൈഡൻസ് പ്രൊവൈഡ് ചെയ്യാം. നോർവേ വാസ് ലാറ്റ്വിയ എന്ന് ജസ്റ്റ് ഒന്ന്, അതുപോലെ സ്വീഡൻ വാസ് എന്തുകൊണ്ടാണ്, കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഓക്കെ, ഞാൻ ആദ്യമായിട്ട് യൂറോപ്പിലേക്ക് കടക്കാൻ വേണ്ടി ശ്രമിച്ച ഒരു രാജ്യമാണ് ലാറ്റ്വിയ. അൺഫോർച്ചുനേറ്റ്ലി ആ വിസ 8 നിലയിൽ പൊട്ടി. നിങ്ങൾക്ക് ഈ പറഞ്ഞ കൺട്രിയിൽ പോയി സെറ്റിൽ ആവാം. അപ്പോൾ നിങ്ങളുടെ കോമൺ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലാംഗ്വേജ് അല്ലേ ബാരിയർ, അത് നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റും? അപ്പോൾ നിങ്ങളുടെ ഫ്യൂച്ചർ എവിടെ ആയിരിക്കണം എന്ന് നിങ്ങൾ മുന്നേ ഡിസൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. നിങ്ങൾക്ക് 101% ഗ്യാരണ്ടി ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നു, നിങ്ങൾക്ക് അവിടെ ഒരു ജോബ് കിട്ടും. ഹായ്, നമസ്കാരം. ഇത് നിങ്ങളുടെ സ്വന്തം അവിഷ്വലായതൻ പുതിയ വീഡിയോ വ്ളോഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഗായ്സ്, നമ്മളുടെ അടുത്ത് ഒരുപാട് കുട്ടികളുടെ റിക്വസ്റ്റ് ഉണ്ടായിരുന്നു, ലാറ്റ്വിയനെ കുറിച്ച് കുറച്ചും കൂടി ഡീപ്പായിട്ടുള്ള വീഡിയോസ് ചെയ്യൂ. പിന്നെ നോർവേയിൽ പഠിക്കുന്നതാണോ, ലാറ്റ്വിയയിൽ പഠിക്കുന്നതാണോ, അതോ സ്വീഡനിൽ പഠിക്കുന്നതാണോ നല്ലത് എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആയിക്കോട്ടെ. ഞാൻ കുറച്ച് കമ്പാരിസൺ ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. വലിയ ഡീപ്പായിട്ടൊന്നും പോകുന്നില്ല. നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഡീപ്പായിട്ടുള്ളൊരു കമ്പാരിസൺ വീഡിയോ ഞാൻ ചെയ്യാം. നോർവേ വാസ് ലാറ്റ്വിയ, അതുപോലെ ലാറ്റ്വിയ വാസ് സ്വീഡൻ, ജർമ്മനി വാസ് ലാറ്റ്വിയ, ഇങ്ങനെ കുറച്ച് വീഡിയോ ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യാം. നിങ്ങളുടെ റിക്വസ്റ്റ് അനുസരിച്ച് മാത്രമാണ് ഞങ്ങൾ നോർവേ എന്നുള്ളൂ. ലാറ്റ്വിയ ഇന്ന് ജസ്റ്റ് ഒന്ന് ലാറ്റ്വിയയിലെ ഒരു യൂണിവേഴ്സിറ്റിനെ കുറിച്ച് നോക്കാം, കുറച്ച് കാര്യം. അതേപോലെ തന്നെ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ള കാര്യം, നോർവേ വാസ് ലാറ്റ്വിയയിൽ നോർവേ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള രാജ്യമാണ് നോർവേ. അതേപോലെ തന്നെ ലാറ്റ്വിയ ഞാൻ ആദ്യമായിട്ട് യൂറോപ്പിലേക്ക് കടക്കാൻ വേണ്ടി ശ്രമിച്ച ഒരു രാജ്യമാണ് ലാറ്റ്വിയ. അൺഫോർച്ചുനേറ്റ്ലി ആ വിസ 8 നിലയിൽ പൊട്ടി. അപ്പോൾ പറയാനുള്ള കാര്യം, എനിക്ക് നോർവേ എത്തിപ്പെടണം, അവിടെ സെറ്റിലാവണം എന്നെല്ലാം ആഗ്രഹമുണ്ട്. നോർവേ ഒരു റിച്ചസ്റ്റ് കൺട്രിയാണ്. മറ്റ് വെസ്റ്റേൺ കൺട്രീസിൻ്റെ ഒപ്പം തന്നെ നിൽക്കാവുന്ന, കിടപിടിക്കാവുന്ന ഒരു കൺട്രിയാണ്. ജർമ്മനിയുടെ ഒപ്പവും അതുപോലെ UK-യുടെ ഒപ്പവും കാനഡയുടെ ഒപ്പമൊക്കെ നിൽക്കാൻ പറ്റുന്ന ഒരു, ഒപ്പത്തിനൊപ്പം സാലറി വൈസ് ആണെങ്കിലും എക്സ്പെൻസ് വൈസ് ആണെങ്കിലും ഇവരുടെ ഒപ്പമൊക്കെ നിൽക്കുന്ന ഒരു രാജ്യം. അതേപോലെ ഡെവലപ്ഡ് കൺട്രി, വളരെ മോഡേൺ ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചേഴ്സും അതേപോലെ തന്നെ എല്ലാ തരത്തിലുള്ള ഡെവലപ്മെൻറ്റ്സ് നടക്കുന്നതുമായിട്ടുള്ള ഒരു കൺട്രിയാണ് നോർവേ. അതേപോലെ തന്നെ ഒരു വളരെ മനോഹരമായിട്ടുള്ള രാജ്യം. ഒരുപാട് സിനിമകളും അതുപോലെ തന്നെ ഒരുപാട് ഗ്ലേഷ്യേഴ്സും കാര്യങ്ങളൊക്കെ, മൗണ്ടെയ്ൻസും ലേക്സും സ്നോയും കാര്യങ്ങളെല്ലാം ഉള്ള ഒരു വളരെ സുന്ദരമായിട്ടുള്ള ഒരു രാജ്യമാണ് നോർവേ. എനിക്ക് പേഴ്സണലി വളരെയധികം ഇഷ്ടമുള്ള രാജ്യമാണ്. അതേപോലെ തന്നെ ലാറ്റ്വിയ വളരെ ദാരിദ്ര്യം പിടിച്ച രാജ്യമാണ്. പൂറസ്റ്റ് കൺട്രിയാണ് യൂറോപ്യൻ കൺട്രീസിലെ. അതും ബാൾട്ടിക് സ്റ്റേറ്റ്സ് എന്നാണ് പറയുന്നത്. 3 രാജ്യങ്ങളും കൂടി ചേർന്നിട്ട് ബാൾട്ടിക് സ്റ്റേറ്റ്സ് എന്നാണ് പറയുക. മറ്റേത് നോർവീജിയൻ കൺട്രിയും. നോർവേനായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ലാറ്റ്വിയ വളരെയധികം എക്കണോമിക്കലി താഴെയാണ്, നോർവേനെ കാട്ടി എത്രയോ താഴെയാണ്. ലാറ്റ്വിയയും അത്യാവശ്യം നല്ല സുന്ദരമായിട്ടുള്ള, അതും ഹിസ്റ്റോറിക്കൽ പ്രാധാന്യമുള്ള, വളരെ പ്രാധാന്യമുള്ള ഒരു രാജ്യമാണ്. യുനെസ്കോ ഹെറിറ്റേജിലെല്ലാം വന്നിട്ടുള്ള, അവരുടെ മാപ്പിലൊക്കെ ഉള്ള ഒരു രാജ്യമാണ് ലാറ്റ്വിയ. ഫോറസ്റ്റ് ഗോൾഡ് എന്നാണ് ലാറ്റ്വിയനെ അറിയപ്പെടുക. നമുക്ക് ഇനിയിപ്പോൾ നോക്കാം, ഇതിൻ്റെ ഏകദേശം കാര്യങ്ങൾ മനസ്സിലായി. ഇനി സ്റ്റുഡൻറ്റ് വിസയ്ക്ക് പോകുന്ന കുട്ടികൾക്കാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ സ്റ്റുഡൻറ്റ് വിസയിൽ പോകുന്ന കുട്ടികൾ നോർവേയിലേക്ക് സ്റ്റുഡൻറ്റ് വിസയ്ക്ക് പോകുമ്പോൾ നമുക്ക് IELTS നിർബന്ധമായിട്ട് വരുന്നുണ്ട്. പക്ഷേ അവിടെ ഫീസ് ഇല്ല. ഫീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഫീസോടുകൂടി പഠിക്കാൻ പറ്റുന്ന യൂണിവേഴ്സിറ്റീസും ഉണ്ട് നോർവേയിൽ. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ IELTS കമ്പൾസറിയാണ്. IELTS ഇല്ലാതെ നോർവേയിലേക്ക് പോകാനായിട്ട് പറ്റില്ല. നമ്മളിൽ കൂടുതലും ഭൂരിപക്ഷം ആൾക്കാർക്കും യൂറോപ്യൻ കൺട്രിയിൽ പോയി പഠിക്കുക എന്നുള്ള സ്വപ്നം മാത്രമാണ് സത്യത്തിൽ. അത് യൂറോപ്യൻ കൺട്രിയിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 28 രാജ്യങ്ങളിലേക്ക് സന്ദർശിക്കാനും അവിടെ ഒരു ജോലി അന്വേഷിക്കാനും കഴിയും എന്ന് തന്നെയാണ് നമ്മൾ ഈ പറഞ്ഞ കൺട്രികളിലോട്ട് പോകാനായിട്ടുള്ള സാധ്യതയും. നമുക്ക് നോർവേയിൽ സെറ്റിലാകാൻ ആഗ്രഹമുണ്ട്. പക്ഷേ നമുക്ക് നോർവേയിലേക്ക് പോകണമെങ്കിൽ IELTS വേണം. എന്നാൽ നമുക്ക് ലാറ്റ്വിയയിലേക്ക് IELTSൻ്റെ ആവശ്യമില്ല. വളരെ ചുരുക്കം, കുറഞ്ഞ ചിലവിൽ നമുക്ക് ലാറ്റ്വിയയിൽ എത്തിപ്പെടാനായിട്ട് സാധിക്കും. നമ്മൾ ഫീസ് കൊടുത്ത് പഠിക്കുന്ന നോർവേ യൂണിവേഴ്സിറ്റീസ് ആണെങ്കിൽ വളരെ കോസ്റ്റ്ലിയാണ്. ലിവിങ് എക്സ്പെൻസ് അത്രത്തോളം ഭീമമായിട്ടുള്ള ഒരു എമൗണ്ട് ആണ് ലിവിങ് എക്സ്പെൻസ് നിങ്ങൾക്ക് അവിടെ ആവശ്യമായിട്ട് വരിക.
പേഴ്സണലി എനിക്ക് വളരെയധികം ഇഷ്ടമുള്ള രാജ്യമാണെങ്കിലും ഞാൻ ഫാക്ട്സ് എന്താണോ അത് ഞാൻ മുഖത്ത് നോക്കി പറയുന്ന ഒരാളായതുകൊണ്ട് അവിടെ ലിവിങ് എക്സ്പെൻസ് വളരെയധികം കൂടുതലാണ് ലാറ്റ്വിയനെ കമ്പയർ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ മറ്റ് യൂറോപ്യൻ കൺട്രീസിനെ കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ ലാറ്റ്വിയ എന്നുള്ളൊരു ഓപ്ഷൻ എനിക്ക് പറയാനുള്ളത്, +2 കഴിഞ്ഞിട്ടുള്ള കുട്ടികൾ നമ്മുടെ നാട്ടിൽ തമിഴ്നാട് പോയി 4, 5, 6 ലക്ഷം രൂപ കൊടുത്ത് പഠിക്കുന്ന കുട്ടികൾ കാണാം. അതേപോലെ നേഴ്സിംഗ് പല രീതിയിൽ പഠിക്കാൻ വേണ്ടി ബാംഗ്ലൂരും ഹൈദരാബാദെല്ലാം പോയി കിടക്കുന്ന കുട്ടികളെ കാണാം. ഇങ്ങനെയുള്ള കുട്ടികൾക്ക് വളരെ യൂസ്ഫുള്ളായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ, വളരെ നന്നായി ചിന്തിക്കുകയാണെങ്കിൽ ലാറ്റ്വിയ അവർക്കൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. വളരെ തുച്ഛമായ ചിലവിൽ നമ്മളെ നാട്ടിൽ പഠിക്കുന്ന അതേ ചിലവിൽ നിങ്ങൾക്ക് ലാറ്റ്വിയയിൽ ചെന്ന് പഠിക്കാനും യൂറോപ്യൻ കൺട്രി എക്സ്പ്ലോർ ചെയ്യാനും യൂറോപ്യൻ കൺട്രിയിൽ സെറ്റിൽ ആവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. ഇപ്പോൾ നോർവേയിൽ പഠിക്കുമ്പോൾ നോർവേയിൽ പോയി പഠിക്കണമെങ്കിൽ ഒരുപാട് കോസ്റ്റ്ലി ആണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ നോർവേ വളരെ സുന്ദരമായ രാജ്യമാണ്. ജോലി കിട്ടാൻ കുറച്ചും കൂടി ഈസിയാണ്. പാർട്ട് ടൈം ജോബൊക്കെ കുറച്ചും കൂടി ഈസിയാണെന്നെല്ലാം കേൾവിയുണ്ട്. പക്ഷേ വളരെ ചുരുക്കം മലയാളികൾ മാത്രമാണ് നോർവേയിൽ പോയി പഠിക്കുന്നത്. അത് എൻ്റെ അന്വേഷണത്തിൽ വളരെയധികം കുറവാണ്. എങ്കിലും നോർത്ത് സൈഡിലുള്ള ഒരുപാട് കുട്ടികൾ അവിടെ പഠിക്കുന്നതായിട്ടുള്ള അറിവുണ്ട്. ലാറ്റ്വിയ എന്തുകൊണ്ട് ചൂസ് ചെയ്യണം എന്ന് ഞാൻ പറയാം, നോർവേ എന്തുകൊണ്ട് ചൂസ് ചെയ്യേണ്ടതെന്ന് പറയാം. നമ്മളുടെ ആഗ്രഹം നോർവേ, ഇല്ലെങ്കിൽ ജർമ്മനി, സ്വീഡൻ, ഇല്ലെങ്കിൽ മറ്റ് ഫ്രാൻസ്, ഇറ്റലി പോലുള്ള രാജ്യങ്ങളിൽ ചെന്നെത്തിപ്പെടാനും അവിടെ സെറ്റിലാവാനാണ് നമ്മളുടെ ആഗ്രഹം. പക്ഷേ അവിടെ ചെല്ലണമെങ്കിൽ ഒരുപാട് പൈസകൾ മുടക്കേണ്ടതായിട്ടും വരുന്നുണ്ട്. ചിലപ്പോൾ വിസ റിജക്ഷൻ അത്രത്തോളം കൂടുതലുമാണ് ഈ പറഞ്ഞ കൺട്രീസിൽ. വിസ റിജക്ഷൻ വളരെയധികം കുറവുള്ള ഒരു രാജ്യമാണ് ലാറ്റ്വിയ. കമ്പാരിറ്റീവ്ലി മറ്റ് ഇയേഴ്സിനെ അപേക്ഷിച്ചിട്ട് ഈ വർഷം വളരെയധികം വിസ റിജക്ഷൻ കുറവായിരുന്നു. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ലാറ്റ്വിയയിൽ നിങ്ങൾക്കൊരു ഇനീഷ്യൽ എമൗണ്ട് ഒരു 3.5-4 ലക്ഷം രൂപയ്ക്ക് ചിലവിൽ, ഒരു 2.5-3 ലക്ഷം രൂപയ്ക്ക് ചിലവിൽ നിങ്ങൾക്ക് ലാറ്റ്വിയ എത്തിച്ചെല്ലാനും, അതേപോലെ നിങ്ങളുടെ എഡ്യൂക്കേഷൻ ഒരു ബാച്ചിലേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഒരു 6 ലക്ഷം രൂപ തൊട്ട് നിങ്ങൾക്ക് ബാച്ചിലേഴ്സ് കംപ്ലീറ്റ് ചെയ്യാനും, അതുപോലെ മാസ്റ്റേഴ്സ് ആണെങ്കിൽ ഒരു 3-4 ലക്ഷത്തിന് മാസ്റ്റേഴ്സ്, 4-5 ലക്ഷത്തിന് മാസ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്യാനും നിങ്ങൾക്കാവും. അതിലൂടെ നിങ്ങൾക്ക് ഈ പറഞ്ഞ കൺട്രിയിൽ പോയി സെറ്റിൽ ആവാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങളുടെ കോമൺ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലാംഗ്വേജ് അല്ലേ ബാരിയർ, അത് നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റും? യെസ്, നമ്മൾക്കൊരു കൺട്രി ചൂസ് ചെയ്യണം, സെറ്റിൽ ആവണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ പ്രിപ്പയർ ആവണം, നമ്മൾ റിസർച്ച് ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ ഫ്യൂച്ചർ എവിടെ ആയിരിക്കണം എന്ന് നിങ്ങൾ മുന്നേ ഡിസൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. എന്നിട്ട് അതിന് വേണ്ടിയിട്ട് വേണം നിങ്ങൾ വർക്ക് ചെയ്യണമെങ്കിൽ. എന്നാൽ നിങ്ങൾ തീർച്ചയായും ലാറ്റ്വിയ നിങ്ങൾക്കൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി തന്നെയാണ് തരുന്നത്. വളരെ കുറഞ്ഞ ചിലവിൽ യൂറോപ്യൻ കൺട്രിയിൽ എത്തുക എന്ന് മാത്രമല്ല, നിങ്ങൾക്ക് പഠിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ സീരിയസ് ആയിട്ട് നിങ്ങൾക്ക് മറ്റ് കൺട്രിയിൽ സെറ്റിൽ ആവണമെന്ന് ആഗ്രഹമുള്ളവർ, നിങ്ങൾക്ക് ഏത് കൺട്രിയാണോ സെറ്റിൽ ആകാൻ ആഗ്രഹമുള്ളത് ആ കൺട്രിയുടെ ലാംഗ്വേജ് കോഴ്സ് നിങ്ങൾ നിർബന്ധമായി എടുത്തിരിക്കും. ഒരു ബാച്ചിലേഴ്സ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ 3 years ലാംഗ്വേജ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് ഡയറക്റ്റ് ആ കൺട്രിയിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് 101% ഗ്യാരണ്ടി ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നു, നിങ്ങൾക്ക് അവിടെ ഒരു ജോബ് കിട്ടും. ഇപ്പോൾ ജർമ്മനി ആണെങ്കിലും ഫ്രാൻസ് ആണെങ്കിലും നോർവേ ആണെങ്കിലും നിങ്ങൾ ഏത് കൺട്രി ആയിക്കോട്ടെ, നിങ്ങൾക്ക് ആ കൺട്രിയിലേക്ക് പഠിക്കാൻ ഒരു ഭീമമായിട്ടുള്ളൊരു എമൗണ്ട് ചിലവാകുകയാണെങ്കിലും പൈസ ചിലവിൽ ഒരു ലാംഗ്വേജ് കോഴ്സും ഈ പഠനത്തിനൊപ്പം എടുത്ത് നിങ്ങൾക്ക് ആ പറഞ്ഞ കൺട്രിയിൽ നിങ്ങൾക്ക് അന്തസ്സായ ജോലി ചെയ്ത് അന്തസ്സായ രീതിയിൽ സെറ്റിൽ ആവാനുള്ള സാധ്യതകൾ ഒരുപാട്. ഈ ഒരു ഓപ്ഷൻ എനിക്ക് പറഞ്ഞു തരാൻ മറ്റൊരു കൺട്രിയിലും ഇല്ല. കാരണം ലാറ്റ്വിയ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഒരു ഗോൾഡൻ അല്ല, അതിനും അപ്പുറത്തേക്ക് അതൊക്കെ മേലെ എന്ന് വേണമെങ്കിൽ പറയാം പ്രൊവൈഡ് ചെയ്യുന്ന കൺട്രിയാണ്. ഇപ്പം ജർമ്മനിയാണ് എനിക്ക് സെറ്റിൽ ആകാൻ ആഗ്രഹം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലാറ്റ്വിയയിൽ ഒരു കോഴ്സ് എടുത്ത് ജർമ്മൻ ലാംഗ്വേജ് എടുത്ത് ജർമ്മനിയിൽ പോയി നിങ്ങൾക്ക് ജോലി നോക്കാം. അതേപോലെ നോർവേ ആണെങ്കിൽ നോർവേയിൽ പോയി ജോലി നോക്കാം. അങ്ങോട്ട് നേരിട്ട് ചെല്ലാതെ ഇവിടെ പഠിച്ചുകൊണ്ട് തന്നെ അങ്ങോട്ട് പണിയെടുക്കുന്ന പരിപാടി, അതാണ് ഞാൻ പറഞ്ഞു തരുന്നത് ഷോർട്ട് കട്ടായിട്ട്. ചുരുക്കം കുറഞ്ഞ ചിലവിൽ നമുക്ക് അവിടെ പോയി എത്തിപ്പെടാനും പഠിക്കാനും സെറ്റിലാവാനും സാധിക്കുന്ന ഒരു രാജ്യമാണ് നമുക്ക് ലാറ്റ്വിയയിലൂടെ അവിടെ എത്തിപ്പെടാനായിട്ട് സാധിക്കും. അതിപ്പോൾ ഫിൻലാൻഡ് ആയാലും ഏത് രാജ്യമാണെങ്കിലും നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്നതാണ്, ഈ പറഞ്ഞ കൺട്രീസിൽ അവരുടെ ഔദ്യോഗികമായിട്ടുള്ള ഭാഷകളുണ്ട്. അത് പഠിച്ചെടുത്താൽ മാത്രമാണ് നമുക്ക് അവിടെ സെറ്റിൽ ആവാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ തീർച്ചയായും ലാറ്റ്വിയ നിങ്ങളുടെ സ്വപ്നത്തിലോട്ട് എത്തിക്കും. അതേപോലെ ഇപ്പോൾ +2 കഴിഞ്ഞ് നിൽക്കുന്ന കുട്ടികൾ കൺഫ്യൂസ്ഡ് ആണ്, നിങ്ങൾക്ക് ഏത് കോഴ്സാണ് എടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ തീർച്ചയായും എന്നെ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യുക. എൻ്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്ത് എന്നെ അതിലുള്ള വാട്സപ്പിലോട്ട് കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പ്രോപ്പറായിട്ടുള്ള ഗൈഡൻസ് പ്രൊവൈഡ് ചെയ്യാം. മാത്രമല്ല നിങ്ങൾക്ക് അതിനകത്തൊരു വാട്സപ്പ് ഗ്രൂപ്പിലൂടെ നിങ്ങളുടെ എല്ലാ തരത്തിലുള്ള ഡൗട്ടുകളും ക്ലിയർ ചെയ്യാനുള്ള ഒരു സംവിധാനം നമ്മൾ ഒരുക്കി തരികയും ചെയ്യും. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ഒരു വീഡിയോ ചെറിയൊരു കമ്പാരിസൺ വീഡിയോ ആണ്.
നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഞാനിതിൽ പറഞ്ഞിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി വീഡിയോ ഞാൻ നെക്സ്റ്റ് പാർട്ടായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.